ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സോഷ്യോളജിയുടെ ചാപ്റ്ററിന്റെ പേരും സിലബസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുടക്കത്തിലെ ഈ കാര്യങ്ങളൊക്കെ, അതായത് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അത് ഏകദേശം എത്രയുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെയുള്ളതും അതിൻ്റെ ഒരു പ്ലാൻ, ഒരു സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സിലബസ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചാപ്റ്റേഴ്സിന്റെ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നൊക്കെ. അപ്പോൾ +1 നമുക്ക് ഒറ്റ ടെക്സ്റ്റ് ബുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ +1 നിന്ന് +2 എത്തുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം നമുക്ക് സോഷ്യോളജിക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വരികയാണ്. അതായത് പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് മെയിനായിട്ട് ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് പാർട്ട് വരുമ്പോഴേക്കും നമ്മൾ അതിന്റെ ചേഞ്ചസും ഡെവലപ്മെന്റും ഒക്കെ, ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഓക്കെ, ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ, നമുക്കിപ്പോൾ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ലൈവ് സെഷനിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷൻസ് പോയി കാണുക കേട്ടോ. അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. എന്താണ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ദെൻ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് അടുത്തായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാശാസ്ത്ര ഘടന, എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാശാസ്ത്ര ഘടന എന്നൊക്കെ പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് വന്നിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് സാമൂഹിക സ്ഥാപനങ്ങൾ അഥവാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ കണ്ടിന്യൂറ്റിയും ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഒരു കുറച്ചുകൂടി കൂടിയ ഒരു ലെവൽ ആണ് നമ്മൾക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ എക്കണോമിക്സുമായിട്ട് കുറച്ച് ബന്ധമുള്ള ഒരു ചാപ്റ്ററാണ്. മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ട് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എക്സ്ക്ലൂഷനെ കുറിച്ചും അതുപോലെ തന്നെ അസമത്വങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് അഞ്ചാമത്തെ ചാപ്റ്റർ. അതുപോലെ തന്നെ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അല്ലെ, നമുക്കറിയാം നമ്മളുടെ സമൂഹം എത്രത്തോളം ഡൈവേഴ്സ് ആണെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഈ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി അഥവാ സാംസ്കാരിക വൈവിധ്യം, അപ്പൊ ഈ ഒരു സാംസ്കാരിക വൈവിധ്യം നേരിടുന്ന ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് ഈ സെക്ഷനിൽ, ഈ ഭാഗത്ത് നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ ഒരു പാർട്ട്, അതായത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കഴിയാണ്. 5 ചാപ്റ്ററോടുകൂടി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, 5 അല്ല 6 ചാപ്റ്റേഴ്സോടുകൂടി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ എല്ലാ ചാപ്റ്റേഴ്സും പ്രധാനപ്പെട്ടതാണ്. ഏതാണെന്നൊന്നും എടുത്ത് പറയാൻ മാത്രമില്ല, കാരണം എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ള അത്യാവശ്യം കണ്ടന്റ് ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ഘടനയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെ ഡെവലപ്മെന്റുകളാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് വന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് സെക്കൻഡ് പാർട്ടിലായിട്ട് +2 സോഷ്യോളജിയിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ സ്ട്രക്ചറൽ ചേഞ്ച്, അതായത് ഘടനാപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിന് വന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൾച്ചറലി, അതായത് സാംസ്കാരികപരമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നതാണ് കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഇനി അതിൽ സെക്കൻഡ് പാർട്ടിൽ മൂന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സ്റ്റോറി ഓഫ് ഡെമോക്രസി, മൂന്നാമത്തെ ചാപ്റ്റർ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ഈ ചാപ്റ്ററിൽ നമുക്ക് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായിട്ട് കുറച്ച് മാറ്റങ്ങൾ, കുറച്ച് അഡീഷൻ ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററും നിങ്ങൾ അധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. നാലാമത്തെ ചാപ്റ്റർ നോക്കിയാൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ എന്തൊക്കെ ചേഞ്ച്, എന്തൊക്കെ മാറ്റങ്ങളും എന്തൊക്കെ വികസനങ്ങളുമാണ് വന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വ്യാവസായിക സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളും ഡെവലപ്മെന്റും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഗ്ലോബലൈസേഷൻ നമുക്ക് +2 സോഷ്യോളജിയിൽ സെക്കൻഡ് പാർട്ടിൽ മിക്ക ചാപ്റ്ററിലും നമുക്ക്
വളരെ പ്രാധാന്യത്തോടെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു ഭാഗമാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ടും നാലാമത്തെ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പാർട്ടിൽ നാലാമത്തെ ചാപ്റ്ററിന്റെ ഭാഗമായിട്ടും കുറച്ചൊക്കെ ഗ്ലോബലൈസേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ സോഷ്യൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ. 7ാമത്തെ ചാപ്റ്റർ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രാധാന്യം ഈ ചാപ്റ്ററിനുണ്ട്. essay ക്വസ്റ്റ്യൻസ് വരെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് സോഷ്യൽ മൂവ്മെന്റ്സ് അഥവാ സാമൂഹിക പ്രസ്ഥാനങ്ങളെ കുറിച്ച്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സാമൂഹിക പ്രസ്ഥാനങ്ങൾ, ഏതെല്ലാം തരത്തിലെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് നമുക്ക് 8ാമതായിട്ട് ഈ സെക്ഷനിലെ 8ാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ +1 സോഷ്യോളജിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് +2 സോഷ്യോളജിയിൽ. പക്ഷേ ഈ ഒരുപാട് പഠിക്കാനുള്ളത് തന്നെ നിങ്ങൾ വളരെ ടാക്ടിക്സോട് കൂടി, അതായത് വളരെ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് കൂടിയാണ്. കാരണം ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ, ഓരോ ചാപ്റ്റേഴ്സും ഒന്നിനൊന്ന് മെച്ചമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സിലബസിലൂടെ ഒന്ന് കടന്നു പോകാം. ഞാൻ വളരെ അധികം നീട്ടി പറയുന്നില്ല. ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റിയിൽ കൊളോണിയലിസം, നാഷണലിസം, ക്ലാസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പക്ഷെ അതിൻ്റെ കൂടെ അല്ലാതെ മറ്റ് കുറച്ച് അഡീഷണൽ കാര്യങ്ങളൊക്കെ കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പോലുള്ള കുറച്ച് ടോപ്പിക്സ് കൂടെ ഒന്നാമത്തതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അതാണ് 2ാമതായിട്ട് വരുന്നത്. അതിൽ എന്താണ് ഡെമോഗ്രഫി എന്ന് പറയുന്നുണ്ട്, അതിന്റെ തിയറീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അതിന്റെ സൈസും ഗ്രോത്തും, അതായത് ഇന്ത്യൻ ഡെമോഗ്രഫിയുടെ, ഇന്ത്യൻ ജനസംഖ്യയുടെ സൈസ് ആൻഡ് ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷനും ആൻഡ് പോപ്പുലേഷൻ പോളിസീസും, ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് 2ാമത്തെ ചാപ്റ്റർ. 3ാമത്തതിൽ നമുക്ക് കാസ്റ്റ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഫാമിലി ആൻഡ് കിൻഷിപ്പ്, ഇത്തരം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി 4ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ മാർക്കറ്റ്, അതായത് മാർക്കറ്റിനെ നമ്മൾ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്താൽ എങ്ങനെയിരിക്കും, അങ്ങനെ മാർക്കറ്റുകളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് 4ാമത്തെ ചാപ്റ്റർ. അതിൽ തന്നെ ക്യാപിറ്റലിസം വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മോഡിറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. കൺസംഷൻ, ഇത്തരം കുറച്ച് ഗ്ലോബലൈസേഷന്റെ കുറച്ച് പാർട്ട് ഇവിടെ വരുന്നുണ്ട്. ലിബറലൈസേഷൻ, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് നമുക്ക്, ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനുണ്ട്. ആൻഡ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, ഈ ചാപ്റ്ററിൽ നമുക്ക് ഇനീക്വാലിറ്റിയും എക്സ്ക്ലൂഷനും, എന്തൊക്കെയാണ്, നമ്മൾ ആരെയാണ് എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി നിർത്തുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അസമത്വങ്ങൾ, ഇതൊക്കെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. പിന്നെ അൺടച്ചബിലിറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കാസ്റ്റ് ആൻഡ് ട്രൈബ് ഡിസ്ക്രിമിനേഷൻ, അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസിനെ കുറിച്ചും, അത്തരത്തിൽ സ്ട്രഗിൾസ് ഫോർ വിമനും, അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ സ്ട്രഗിൾസിനെ കുറിച്ചും, അവരുടെ വിമൻ ഇക്വാലിറ്റി റൈറ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്ന, അതായത് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ആണ്. ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ കാണാം എന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന വളരെ എന്താ പറയുക റെലവെന്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ് 5ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ്. ഇവിടെ നമുക്ക് നേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതിൽ തന്നെ റീജിയണലിസം, മൈനോറിറ്റി റൈറ്റ്സ് ആൻഡ് നേഷൻ ബിൽഡിംഗ്, കമ്മ്യൂണലിസം, സെക്യുലറിസം, സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റീസ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ളത്. ഈ ടേംസ് ഒക്കെ മിക്ക പരീക്ഷാ പേപ്പറുകളിലും നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള, അതായത് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ഈ ഒരു 1ാമത്തെ പാർട്ടിൽ നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ളത്. ഇത്രയാണ് +2 സോഷ്യോളജിയിലെ ആദ്യത്തെ വോളിയം 1 ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന വോളിയം 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് വോളിയം 2 നോക്കാം. സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെ, സാമൂഹിക മാറ്റവും വികസനവും, അതാണ് നമ്മൾ വോളിയം 2 ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആദ്യം തന്നെ സ്ട്രക്ചറൽ ചേഞ്ച് ആണ്, അതായത് അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ പോലുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ, സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. 2ാമതായിട്ട് കൾച്ചറൽ ചേഞ്ച്, അതായത് നമ്മളുടെ കൾച്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, എന്തിലൂടെയൊക്കെ, സാൻസ്ക്രൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കാനുണ്ട്, മോഡേണൈസേഷൻ പഠിക്കാനുണ്ട്, സെക്യുലറൈസേഷനും വെസ്റ്റേണൈസേഷൻ. അപ്പൊ ഇത്തരം കൺസെപ്റ്റുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു 2nd ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.
ഓക്കെ, അത് കഴിഞ്ഞ് സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്തി രാജ് പോലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചും പ്രഷർ ഗ്രൂപ്പ്സിനെ കുറിച്ചും ഡെമോക്രാറ്റിക് പാർട്ടീസിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതാണ്. ഇനി നാലാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂറൽ സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇതിൽ നമുക്ക് ലാൻഡ് റീഫോംസും ഗ്രീൻ റെവല്യൂഷനൊക്കെ, അതായത് എന്തൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷന്റെ ഇമ്പാക്റ്റും അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഗ്ലോബലൈസേഷൻ ഈ ഒരു ഭാഗത്തും എന്ത് വരുന്നുണ്ട്, ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് റൂറൽ സൊസൈറ്റിയെ എങ്ങനെയാണ് എഫക്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്റർ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി നോക്കിയാൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്റർ. അത് കഴിഞ്ഞ് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ഇവിടെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്ലോബലൈസേഷൻ മാത്രമായിട്ട് പഠിക്കുന്നത്. ബാക്കി ചാപ്റ്റേഴ്സിലൊക്കെ ഗ്ലോബലൈസേഷൻ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആറാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്ലോബലൈസേഷനെ കുറിച്ച് പഠിക്കുകയാണ്. അതായത് ലേബർ ഗ്ലോബലൈസേഷനും കൾച്ചറും എങ്ങനെയാണ് ഗ്ലോബലൈസേഷനിലൂടെ നമ്മൾ കൾച്ചറൽ ചേഞ്ച് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഇനി ഏഴാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മാസ് മീഡിയ ഏതൊക്കെയാണ്, ഗ്ലോബലൈസേഷൻ മീഡിയ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ വന്നിട്ടുള്ളത്, മീഡിയയിൽ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ എഫക്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ. സോഷ്യോളജിയിൽ എന്തൊക്കെ തരം സോഷ്യൽ മൂവ്മെന്റുകൾ ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെസന്റ് മൂവ്മെന്റ് ഉണ്ട്, ആദിവാസി സ്ട്രഗിൾ ഉണ്ട്, ദലിത് മൂവ്മെന്റ് ഉണ്ട്, അങ്ങനെ സോഷ്യൽ റീഫോമേഴ്സിന്റെ മൂവ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. എക്കോളജിക്കൽ മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആരൊക്കെയാണ് അത് ലീഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് അതിലൂടെ വന്നിട്ടുള്ളത്, അങ്ങനെ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സും അതിലൊക്കെ ഏതൊക്കെ ടൈപ്പാണ്, എത്ര തരം മൂവ്മെന്റുകൾ ഉണ്ട്, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മൊത്തം ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലുക്ക് അഥവാ സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ 4 മാർക്കോളാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ 6, തേർഡ് ചാപ്റ്റർ 5, ഫോർത്ത് ചാപ്റ്റർ അഗെയിൻ 5, ഫിഫ്ത്ത് ചാപ്റ്റർ 8 മാർക്കിനാണ്. അതുപോലെ തന്നെ സിക്സ്ത് ചാപ്റ്റർ 7 മാർക്കിനാണ് ഇവിടെ ചോദിക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ചേഞ്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചിൽ നിന്നും 5 മാർക്കിന്, അതുപോലെ തന്നെ കൾച്ചറൽ ചേഞ്ചിൽ നിന്നും 5 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ഇവിടെ 6 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് ഷോർട്ട് എസ്സേ ഒക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 5 മാർക്കിനാണ് കേട്ടോ. 4ാമത്തെ ചാപ്റ്ററിൽ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ചാപ്റ്ററിന് 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് നോക്കുകയാണെങ്കിൽ എഗെയിൻ 5 മാർക്ക്. ഇവിടെ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അത് 5 to 8 വരെ വരാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് ലാസ്റ്റ് സോഷ്യൽ മൂവ്മെന്റ്സ്, ഇതും എസ്സേക്ക് വരാറുള്ള ഒരു പാർട്ടാണ്. സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററും എസ്സേ ആയിട്ട് അധികവും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ +2 സോഷ്യോളജിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ, എത്ര എനിക്ക് പഠിക്കാനുണ്ട്, നമുക്ക് മൊത്തം പഠിക്കാനുള്ള അളവ് എത്രയാണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സമയവും പാഠഭാഗങ്ങൾ പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സോഷ്യോളജിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് മറ്റു വീഡിയോസിലൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.